ടി ജി ഇപ്പോൾ മാലദ്വീപ് ഇന്ത്യ പ്രശ്നം നടക്കുകയാണ്. മാലദ്വീപിനൊരു ചൈന ചായ്വ് എന്ന് മാത്രമല്ല, ചൈനയുടെ ഒരു സാമന്ത രാജ്യം എന്നുള്ള നിലയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാലങ്ങളായിട്ട് പാകിസ്ഥാനാണ് ഏറ്റവും വലിയ ശത്രു എന്നുള്ള നിലയിലായിരുന്നു നേരത്തെയൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ എങ്കിലും ചൈന ഈ അടുത്ത കാലത്ത് ഗാൽവൻ ഇഷ്യൂ ഇതൊക്കെ വന്നിരുന്നു. പക്ഷേ ഈ ചൈനയ്ക്കെതിരെ ശക്തമായ നിലപാട് നമ്മൾ ഈ കാലം അത്രയും എടുത്തിരുന്നോ? അല്ലെങ്കിൽ ആരൊക്കെയാണ് അങ്ങനെ നിലപാടെടുത്തവർ? അത് തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ മോദിയുടെ കാലഘട്ടത്തിൽ ഒരുപാട് ആക്ഷൻ എടുത്തു. ഈ ടിക്ടോക്ക് അടക്കം ഒരുപാട് ആപ്ലിക്കേഷൻസ് നിരോധിച്ചു. പക്ഷേ അതിനൊപ്പം ചൈനയ്ക്ക് ഈ ഒരു ICT സ്ട്രെങ്ത് ഉണ്ട്. സോഫ്റ്റ്വെയർ അവർക്ക് സ്വന്തമായ ഇൻ്റർനെറ്റ് അവർക്കുണ്ട്. ചൈനയിൽ ബീജിങ്ങിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ട്വിറ്ററും ഫേസ്ബുക്കൊക്കെ കിട്ടുകയുള്ളൂ. അതിന് പുറത്ത് ചൈനയുടെ സാമ്രാജ്യമാണ്. ചൈന അവരുടേതായ ഗൂഗിളുണ്ട്, അവർക്ക് എല്ലാം ഉണ്ട്. ഇപ്പോൾ പാശ്ചാത്യ ലോകവുമായിട്ട് ബന്ധം ബീജിങ്ങിന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് അവർ ഈ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയിലെ ഇൻ്റർനെറ്റ് കട്ട് ചെയ്തു പാശ്ചാത്യ രാജ്യങ്ങൾ. അപ്പോൾ ഒരു ATM കാർഡ് ഒന്നും വർക്ക് ചെയ്യാത്ത സ്ഥിതി. ചൈന പറഞ്ഞു, പേടിക്കണ്ട, ഞങ്ങൾ ATM കാർഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ചൈന ഇത് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരുന്നു. ഇത് റഷ്യയ്ക്ക് കൊടുത്തു. ചൈനയുടെ ഇൻ്റർനെറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു. കുറച്ച് ഡിസ്റപ്ഷൻസൊക്കെ വന്നു, കുറച്ച് അസൗകര്യങ്ങളൊക്കെ വന്നു. ബട്ട് മെല്ലെ അവരത് സ്റ്റെബിലൈസ് ചെയ്തു. അതാണ് ചൈനയുടെ സാമർഥ്യം. ഈ സാമർഥ്യം ചൈനയ്ക്കുണ്ട് എന്ന് മനസ്സിലാക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ അപൂർവമേ ഉള്ളൂ. അതിൽ ഞാൻ നോക്കുമ്പോൾ ഫസ്റ്റ് എനിക്ക് ഓർമ്മ വരുന്ന ആൾ ജോർജ് ഫെർണാണ്ടസാണ്. ഇത് പറഞ്ഞാൽ പലർക്കും ഇഷ്ടപ്പെടുകയില്ല, അതെനിക്കറിയാം. ഫെർണാണ്ടസ് എന്തുകൊണ്ട് ഒരു അൺസങ് ഹീറോയാണ് ഇന്ത്യൻ പൊളിറ്റിക്സിൽ. ഒരു ദുഃഖഗാനം പാടാൻ പോലും ആരുമില്ലാതെ മരിച്ചുപോയ ഒരു ക്യാരക്ടർ. ഫെർണാണ്ടസ് ഇന്ത്യൻ പൊളിറ്റിക്സിൽ വലിയൊരു മാറ്റം വരുത്തി. ഫെർണാണ്ടസാണ് ആദ്യമായിട്ട് BJPയുമായിട്ട് ചേരുന്ന പാർട്ടി. ഫെർണാണ്ടസിൻ്റെ സമതാ പാർട്ടിയാണ്. അതിനു മുമ്പ് BJP അൺടച്ചബിളാണ്, വർഗീയവാദികൾ അത് ഇത് എന്നൊക്കെ പറഞ്ഞു. ഓഫ് കോഴ്സ് ശിരോമണി അകാലിദൾ 1984 മുതൽ കൂടെയൊക്കെ ഉണ്ട്. പക്ഷെ അവർ കുറച്ച് സീറ്റുകളല്ലേ ഉള്ളൂ പഞ്ചാബിൽ. അപ്പോൾ പരസ്യമായിട്ട് ഈ മതേതരവാദികളിൽ നിന്ന് കൂറുമാറി ഇപ്പുറത്തേക്ക് വന്ന ആൾ ഫെർണാണ്ടസാണ്. ബോൾഡായിട്ട് ഡിസിഷൻ എടുത്തു. വാജ്പേയിയുമായിട്ട് അലയൻസ് ചെയ്തു, BJPയുമായിട്ട്. അപ്പോൾ അന്ന് ഒരു NDTV ചർച്ചയിൽ ജയറാം രമേശ്, കുമാരമംഗലം, പിന്നെ ഐ ഡോണ്ട് റിമെമ്പർ വേറൊരാൾ കൂടെ ഉണ്ടായിരുന്നു. ഒറ്റ ഡയലോഗ് കൊണ്ടാണ് ഞാൻ ആ ചർച്ച ഓർക്കുന്നത്. ഇയാൾ മണിശങ്കർ അയ്യർ വല്ലാതെ ചൂടായിട്ട് മതേതരത്വം അത് ഇതെല്ലാം കൂടെ നിങ്ങൾ നശിപ്പിച്ചു, ഹാഹു എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളം. അപ്പോൾ കുമാരമംഗലം തൊട്ടടുത്തിരിക്കുന്നതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പുറത്തിങ്ങനെ തടവി. എന്നിട്ട് പറഞ്ഞു, മണി കുറച്ചുകൂടെ സിവിലൈസ്ഡായിട്ട് സംസാരിക്കുക. ഈ സെക്യുലർ എന്നൊക്കെ പറയുന്നത് നമ്മളൊക്കെ കൂടി കൊടുക്കുന്ന ഒരു ചാപ്പയല്ലേ. ആ റബ്ബർ സ്റ്റാമ്പ് ഞാനും നീയും ഒക്കെ എടുത്തിട്ട് ഇവൻ സെക്യുലർ, ഇവൻ കമ്മ്യൂണൽ, ഇങ്ങനെ മിനിഞ്ഞാന്ന് വരെ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഈ കാപട്ടി ഞാൻ നിർത്തിയതിൽ മണി നിനക്ക് അസ്വസ്ഥതയുണ്ട്, നീ കിടന്ന് പൊട്ടിത്തെറിക്കുന്നു. പക്ഷെ സത്യാവസ്ഥ ഇതാണ്. എന്തിനാണ് ഈ കളിപ്പീരും കൊണ്ട് നടക്കുന്നത്? ഇത് അവസാനിപ്പിക്കുക. ഞങ്ങളിത് അവസാനിപ്പിച്ചു ഇങ്ങനെ പറഞ്ഞു. മണിശങ്കർ അയ്യർക്ക് അത് ചെകിട്ടത്തടിച്ച പോലെയായി. കാരണം ഇവരൊക്കെ കൂടെ ഡൽഹിയിൽ ഉള്ള ഈ ലുറ്റൻസ് ഗ്യാങ്, ഖാൻ മാർക്കറ്റ് ഗ്യാങ് എന്നൊക്കെ പറയില്ല, ഈ ഗ്യാങ് ഇരുന്നാണ് ഒരാൾ സെക്യുലർ ആണോ അല്ലേ എന്നൊക്കെ തീരുമാനിക്കുന്നത്. RK ലക്ഷ്മൺ ഒരു കാർട്ടൂൺ വരച്ചിരുന്നു, പോക്കറ്റ് കാർട്ടൂൺ വരെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ. അതിൽ ഒരു കയറും അതിൻ്റെ അറ്റത്തൊരു കുടുക്കുമായിട്ട് ഹർകിഷൻ സിംഗ് സുർജിത്ത് നിൽക്കുന്നു. തൊട്ടടുത്ത് വേറെ ഏതോ പൊളിറ്റീഷ്യൻ നിൽപ്പുണ്ട്. അപ്പോൾ ഹർകിഷൻ സിംഗ് പറയുന്നു, ദേ വരുന്നൊരു സെക്യുലർ, പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ കുടുക്കെറിയുന്നു. അപ്പോൾ ഇങ്ങനെ അവരുടെ കുടുക്കൽപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ സെക്യുലറായി, അല്ലെങ്കിൽ അയാൾ കമ്മ്യൂണലായി. അപ്പോൾ ഇങ്ങനത്തെ അവസ്ഥയിൽ ബോൾഡായിട്ടൊരു തീരുമാനം എടുത്തത് ഫെർണാണ്ടസാണ്. ഫെർണാണ്ടസ് പിന്നെ വാജ്പേയി മന്ത്രിസഭയിൽ ഡിഫൻസ് മിനിസ്റ്ററായി. ഫെർണാണ്ടസ് ചൈനയ്ക്കെതിരെ ബോൾഡായിട്ട് സ്റ്റെപ്പ് എടുക്കുകയും സംസാരിക്കുകയും ചെയ്ത ഒരു പൊളിറ്റീഷ്യനാണ്. ബാക്കിയുള്ളവരൊക്കെ ഒന്ന് പൊതിഞ്ഞു പിടിക്കും. ചൈന വന്നു കഴിയുമ്പോൾ എന്തോ ഒരു ചെറിയ പേടിയുണ്ട്.
ഈ 62-ൽ നമ്മൾ തോറ്റുപോയതിൻ്റെ ഒരു ഹാങ് ഓവർ ഇങ്ങനെ തലമുറകളായിട്ട് ഇങ്ങനെ തുടരുകയാണ്. ഫെർണാണ്ടസിന് അങ്ങനത്തെ ഹാങ് ഓവർ ഇല്ല. സോ ബ്ലഡി വാട്ട്, 62-ലെ ചൈനയും 62-ലെ ഇന്ത്യയും അല്ല ഇപ്പോൾ. തൊട്ടാൽ വിവരം അറിയും എന്നൊക്കെയുള്ള മട്ടിൽ സംസാരിക്കാനൊക്കെ തുടങ്ങി. ചൈനയും കുറേ കോഷ്യസായി. കാരണം ഡിഫൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഈസ് നോട്ട് എ സ്മോൾ മാൻ. മാത്രമല്ല അതിർത്തിയിൽ പോയിട്ട് നേരിട്ട് ഈ നമ്മൾ പൈനിയർ കോർ എന്നൊക്കെ പറയുമല്ലോ, ഏറ്റവും മുമ്പിൽ ആദ്യത്തെ വെടിപൊട്ടിക്കുന്ന പട്ടാളക്കാർ, അവരേറ്റവും കുറഞ്ഞ റാങ്കുള്ളവരുമാണ്, ലാൻസ് നായക് എന്നൊക്കെ പറയുന്ന ആട്ടെ. അവരുടെ കൂടെ താമസിച്ചു. അപ്പോൾ അവർ ഫെർണാണ്ടസിനോട് പറഞ്ഞു, ഞങ്ങൾക്കൊരു ചെറിയ പരാതിയുണ്ട്. അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നാണ്. പട്ടാളത്തിൽ നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് സുപ്പീരിയർ ഓഫീസറോട് അല്ലാതെ വേറെ ആരോടും പറയാൻ പാടില്ല. ബട്ട് ഫെർണാണ്ടസ് വാസ് സോ ഫ്രണ്ട്ലി, ദേ ഓപ്പൺഡ് അപ്പ്. അവരുടെ കഷ്ടപ്പാട് അവർ പറഞ്ഞു, ഞങ്ങൾക്കിങ്ങനെ ഈ മഞ്ഞിൽ ഉപയോഗിക്കുന്ന പ്രത്യേകതരം ഷൂ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് വാങ്ങിച്ചു തരണം. ശരി, എത്ര വേണം? അപ്പോൾ ഇവരുടെ ബാക്കി ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ചേർന്ന് ആലോചിച്ചിട്ട് എന്തോ ഒരു 2000 ജോഡി ഇതാണ് ആവശ്യം. പുള്ളി പറഞ്ഞു, റൈറ്റ് ഡൺ, ഞാൻ തിരിച്ച് ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ 2000-ഓ 2500-ഓ ജോഡിക്ക് ഓർഡർ ചെയ്തേക്കാം, 500 ഇരിക്കട്ടെ എന്തെങ്കിലും ആവശ്യത്തിന്. ശരി സാർ, നമുക്ക് വലിയ സന്തോഷം. ഫെർണാണ്ടസ് തിരിച്ചു വന്നു. ഫസ്റ്റ് ഡിഫൻസ് സെക്രട്ടറിയെ വിളിച്ചു. ഇങ്ങനെ അവർ ഈ പറഞ്ഞ ബ്രാൻഡുണ്ട് ഷൂ, അത് 2500 ജോഡി വാങ്ങണം. ശരി സാർ പോയി നെക്സ്റ്റ് ഡേ ഫെർണാണ്ടസ് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്തൊരു നോട്ടിരിക്കുന്നു. ഇതിന് വേണ്ടി ടെൻഡർ വിളിക്കണം, അത് ചെയ്യണം, മറ്റേ ചെയ്യണം, നാളെ ചെയ്യണം, ഇത് 2500 ജോഡി വേണോ എന്ന് ആരെങ്കിലും സർട്ടിഫൈ ചെയ്യണം, അത് ഇന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കണം, അതിനുള്ള പരിശോധന തുടങ്ങിക്കഴിഞ്ഞു. ദിസ് ഈസ് ദ പ്രസൻറ്റ് സ്റ്റാറ്റസ്. ഇവിടെ സെക്രട്ടറിയെ വീണ്ടും വിളിച്ചു. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ നാളെ തന്നെ സിയാച്ചിനിൽ പോകണം. ഞാൻ എയർഫോഴ്സിൽ പറയാം, അവരുടെ ഫ്ലൈറ്റിൽ നേരെ സിയാച്ചിനിൽ പോവുക. അവിടെ പോയിട്ട് കൃത്യമായിട്ട് പട്ടാളക്കാരുടെ എണ്ണം എടുക്കുക, എന്നിട്ട് എത്ര ഷൂ വേണം തീരുമാനിക്കുക. 24 മണിക്കൂർ സമയം തരാം, തിരിച്ചു വരണം. അപ്പോൾ ഇയാൾ വിഷമിച്ചു, സാർ ഞാൻ അവിടെ -25 ഡിഗ്രി, അവിടെ -25 ഡിഗ്രിയാണ്, തനിക്ക് പോകാൻ പറ്റില്ലല്ലേ? താൻ IAS വാങ്ങി ഇവിടെ മുറിയിൽ ഹീറ്ററിട്ട്, തണുപ്പ് കാലത്ത് ഹീറ്ററിട്, ചൂട് കാലത്ത് AC, ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കുന്നു. എന്നിട്ട് ഇതിൽ കുറി എഴുതി വെച്ചിരിക്കുന്നു, 2500 ജോഡി എന്തിനാ, അത്രയും പട്ടാളക്കാരുണ്ടോ, അതാര് വെരിഫൈ ചെയ്തു? കഴിഞ്ഞാൽ ഞാൻ പറയുകയാണ്, വിതിൻ 24 hours ഇത് ഓർഡർ ചെയ്തിരിക്കണം, അതല്ലെങ്കിൽ താൻ സിയാച്ചിന് പോകും, ഞാൻ ഈ പറഞ്ഞ പണി കഴിഞ്ഞിട്ട് തിരിച്ചു വരുള്ളൂ, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഇയാൾ പോയി. കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞു, സാർ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട് സാർ. ആ ഓർഡറിൻ്റെ കോപ്പിയും കൊണ്ടുപോയി, എനിക്ക് തന്നെ ഒന്നും വിശ്വാസമില്ല. കോപ്പി കണ്ടതിന് ശേഷമേ ഫെർണാണ്ടസ് സമ്മതിച്ചുള്ളൂ. ഇത് കഴിഞ്ഞാണ് ഫെർണാണ്ടസിൻ്റെ ഈ കള്ളന്മാരൊക്കെ പറയുന്നില്ലേ ശവപ്പെട്ടി കുംഭകോണം. എന്തൊരു കഷ്ടമാണെന്നറിയാമോ ഈ ശവപ്പെട്ടി എന്ന് വെച്ചാൽ. അന്ന് ഫെർണാണ്ടസിന് മുമ്പ് ഇങ്ങനൊരു ശവപ്പെട്ടിയേ ഇല്ല. പട്ടാളക്കാരൻ മരിച്ചാൽ മരിച്ചു, വീട്ടിൽ വരുന്നത് ഒരു പെട്ടി വരും. അയാളുടെ ബാരക്കിൽ, കൻ്റോൺമെൻറ്റിൽ അയാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ, ഒരു തോർത്ത്, ഒരു ബ്രഷ്, ഒരു പേസ്റ്റ്, ഒരു ഷേവിങ് സെറ്റ്, ഇതുപോലെ കുറച്ച് സാധനങ്ങൾ, ഭാര്യയുടെ മകളുടെയൊക്കെ ഫോട്ടോ, ഇതൊക്കെ ഉണ്ടാവും. ഇതെല്ലാം വെച്ച് പെട്ടി പാക്ക് ചെയ്തിട്ട് ആ പെട്ടി വരും. അപ്പോൾ ഈ കറുത്ത പട്ടാളക്കാരുടെ പെട്ടിയുണ്ടല്ലോ, പ്രത്യേക പെട്ടി, നമ്മൾ ട്രെയിനിലൊക്കെ കാണാറുണ്ട് പട്ടാളക്കാർ യാത്ര. ഈ സാധനം വീട്ടിൽ വരും. ഇത് വരുമ്പോഴാണ് ഈ ശവം വന്നു എന്നുള്ള മട്ടിൽ ആ വീട്ടിൽ നെഞ്ചത്തടി നിലവിളിയെല്ലാം ഈ പെട്ടി കണ്ടിട്ടാണ്. പാറപ്പുറത്തിൻ്റെ അരനാഴിക നേരം അതിലൊരു പട്ടാളക്കാരൻ മരിച്ച് പെട്ടി വരുന്ന രംഗം ഇങ്ങനെ എഴുതുന്നുണ്ട്. എല്ലാവരും നിശബ്ദരായിരിക്കുന്നു. പെട്ടി തുറക്കുന്നു. അപ്പോൾ ഒരു കൊച്ചുകുട്ടി അവിടെ നിന്ന് പറയുന്നു, രാജച്ചായൻ സേവ് ചെയ്യുന്ന ബ്രസ്സാണ്, രാജച്ചായൻ പല്ല് തേക്കുന്ന പേസ്റ്റാണ്, രാജച്ചായൻ മുടി ചെയ്യുന്ന ചീപ്പാ, മിണ്ടാതടേ എന്ന് വെറുതെ പറയുന്നു. അവളും മിണ്ടുന്നില്ല. എന്തൊരു ധൈര്യമായ രംഗമാണെന്ന് ആലോചിച്ചത്. ഫെർണാണ്ടസ് ഇത് കണ്ടിട്ട് ഇതിങ്ങനെ വിട്ടാൻ പറ്റില്ല. ഒന്നാമത് സിയാച്ചിനിലൊക്കെ ഈ -25 എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ഈ
ഐസ്ക്രീം പോലത്തെ മഞ്ഞാണ്. അതിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ അങ്ങ് താണു പോകും. യു ഹാവ് ടു ബി മൂവിങ് ഓൾവേസ്. ചതുപ്പിലൊക്കെ താഴ്ന്നു പോലെ അങ്ങനെ അങ്ങ് താഴ്ന്നു പോകും. വെടികൊണ്ട് മരിക്കുന്ന പട്ടാളക്കാരൻ നിമിഷങ്ങൾക്കകം മഞ്ഞിലങ്ങ് താഴ്ന്നു പോകും. ഇവനെ റെസ്ക്യൂ ചെയ്യുന്നവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പട്ടപടയെന്ന് വെടിപൊട്ടുമ്പോൾ ഇയാളുടെ ശവം ആര് റെസ്ക്യൂ ചെയ്യാനാണ്? അതവിടെ വിട്ടിട്ട് പോരും. ഇതായിരുന്നു സമ്പ്രദായം. ഇദ്ദേഹം ഇയാളെ റെസ്ക്യൂ ചെയ്യാൻ എല്ലാവരുടെയും ശവശരീരമൊന്നും കിട്ടില്ല. കിട്ടിയത് മാന്യമായിട്ട് അവിടുത്തെ വീട്ടുകാർക്ക് അയച്ചു കൊടുക്കണം. ഏതെങ്കിലും ആസാമിൽ നിന്നോ കേരളത്തിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ ഒക്കെയുള്ള മനുഷ്യനാണ്. അയാളും മനുഷ്യനില്ല, അയാൾക്കൊരു കുടുംബം വേണ്ടേ. അപ്പോൾ അവർക്ക് ഇത് അയച്ചു കൊടുക്കണം. ഇതിന് ഇദ്ദേഹം ഇതിനുള്ള കാസ്ക്, CASK, കാസ്ക് എന്നാണ് ഇതിന് പറയുന്നത്. അതുണ്ടാക്കുന്നുണ്ട് പല രാജ്യങ്ങളുമൊക്കെ. അത് ഓർഡർ ചെയ്യാൻ തീരുമാനിച്ചു. അത് ഓർഡർ ചെയ്തപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ എന്തോ തെറ്റിപ്പോയി, കുറച്ചുകൂടെ വീതി വേണം സംതിങ്. അപ്പോൾ ആ ഓർഡർ ക്യാൻസൽ ചെയ്തിട്ട് ഫർദർ ഓർഡർ പ്ലേസ് ചെയ്തു. ഇതൊക്കെ ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ പിന്നീട് ഇത് വലിയ കേസായിട്ട് മാറി. ഓർഡർ പ്ലേസ് ചെയ്തു, ക്യാൻസൽ ചെയ്തു. ഇതൊന്നും ഫെർണാണ്ടസ് അറിയുന്നില്ല. കാരണം ഡിഫൻസ് മിനിസ്ട്രിയിൽ 5 കോടിക്ക് മുകളിലുള്ള പർച്ചേസ് മാത്രമേ ഫെർണാണ്ടസിൻ്റെ മേശപ്പുറത്ത് വരൂ, ഡിഫൻസ് മിനിസ്റ്ററുടെ മേശപ്പുറത്ത് വരുള്ളൂ. അതിന് താഴെയുള്ളതൊന്നും പുള്ളി അറിയണമെന്ന് പോലും ഇല്ല. താഴെ അവർ ഡിസൈഡ് ചെയ്ത് വിടും. മോർ ദാൻ 5 crores ആണെങ്കിൽ മിനിസ്റ്ററുടെ അപ്രൂവൽ വേണം. ഇതാണ് ചട്ടം. അപ്പോൾ പിന്നെ നേരത്തെ ഷൂ മേടിക്കുന്നത് എങ്ങനെ ഫെർണാണ്ടസിൻ്റെ മേശപ്പുറത്ത് വന്നതല്ല. അത് ഫെർണാണ്ടസ് അങ്ങോട്ട് പറയുമായിരുന്നു, ഷൂ വാങ്ങണം, എനിക്ക് ഓർഡർ കാണണം എന്നൊക്കെ. ഫെർണാണ്ടസ് ഒന്നിലും ഒപ്പിട്ടൊന്നും ഇട്ടില്ല. ഇൻവോൾവ് ആകാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഇനിഷ്യേറ്റ് ചെയ്ത ഒരു ആവശ്യമായിരുന്നത്. ഇതങ്ങനെയല്ല, ഇത് താഴേന്ന് വന്ന ആവശ്യമാണ്. പക്ഷേ ആവശ്യം ജെനുവിനാണെന്ന് ഫെർണാണ്ടസിന് ബോധ്യമുണ്ട്. അങ്ങനെയാണ് ഈ പെട്ടിക്ക് ഓർഡർ കൊടുക്കുന്നത്. ഓർഡർ കൊടുത്തു, പെട്ടി വന്നു, മരിച്ചവരെ ഇതുപോലെ അയക്കാനൊക്കെ തുടങ്ങി. ഇന്നിപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എത്രയോ പട്ടാളക്കാരുടെ വീടുകളിൽ TV-കാരൊക്കെ പോകാറുണ്ട്, ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. അപ്പോഴൊക്കെ ഒരു ശവശരീരം അതിനകത്തുണ്ട്. ഈ കുട്ടി പറഞ്ഞ രാജച്ചായൻ അതിനകത്ത് കിടപ്പുണ്ട്. അയാളുടെ മുഖം കണ്ടെങ്കിലും ആളുകൾക്ക് തൃപ്തി വരും. ഇതൊന്നും അന്നും ഉണ്ടായിരുന്നില്ല. ഇത് മാറ്റിയവൻ ജോർജ് ഫെർണാണ്ടസാണ്. അതിൻ്റെ പേരിൽ അഴിമതി ആരോപണം വന്നു. ആരോ കണ്ടുപിടിച്ചു, ഏതോ രാജ്യത്ത് ബുർക്കിനോ ഫാസോ സംവേർ ഇതെന്തോ 4 കുറച്ച് കിട്ടും എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി അങ്ങോട്ട് ബഹളം, അഴിമതി എന്നൊക്കെ പറഞ്ഞിട്ട് CBI അന്വേഷണം. അപ്പോഴത്തേക്ക് കോൺഗ്രസ് അധികാരത്തിൽ വന്നു, ഫെർണാണ്ടസ് പ്രതിപക്ഷത്തായി. ഫെർണാണ്ടസിനെ കൂടെ പ്രതി ചേർത്തിട്ട് CBI കേസ് കൊടുത്തു. ഫസ്റ്റ് ഹിയറിങ്ങിൽ തന്നെ ലോവർ കോർട്ട് ഫെർണാണ്ടസിനെ അക്വിറ്റ് ചെയ്തു. കാരണം പ്രഥമ ദൃഷ്ട്യ ജോർജ് ഫെർണാണ്ടസ് എന്ന് പറയുന്ന ആളിന് ഈ പർച്ചേസിൽ യാതൊരു പങ്കുമില്ല, വെറുതെ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കേണ്ടതാണ്. അപ്പോൾ അത് കഴിഞ്ഞു, അപ്പീൽ പോയി, അപ്പീൽ തള്ളി, ഒക്കെ കഴിഞ്ഞു. ഫെർണാണ്ടസ് ക്ലീൻ, യാതൊരു കുഴപ്പമില്ല. അപ്പോൾ കോൺഗ്രസ് സർക്കാർ ഫുക്കാൻ കമ്മീഷൻ, ജസ്റ്റിസ് ഫുക്കാൻ, ഇയാളെ കൊണ്ട് ഈ ഡീൽ അന്വേഷിപ്പിച്ചു. ഇതെന്തിനാണെന്ന് മനസ്സിലാവണില്ല. CBI അന്വേഷിച്ച് റിപ്പോർട്ട്, 2 പേർക്ക് എന്തോ ചെറിയ ശിക്ഷയൊക്കെ ഉണ്ടായി. അതിൽ അവരുടെ ഈ എറർ ഓഫ് ജഡ്ജ്മെൻ്റ് ഉണ്ടല്ലോ, അതിനുള്ള ശിക്ഷ. വാസ്തവത്തിൽ എറർ ഓഫ് ജഡ്ജ്മെൻ്റൊന്നും ശിക്ഷയില്ല. ഇത് എങ്ങനെയാണെന്നറിയാമോ വായിച്ചു? ഞാനൊരു ഓട്ടോറിക്ഷ പിടിക്കുന്നു, അയാൾ പറയുന്നു 40 രൂപ, ഞാൻ 40 രൂപ കൊടുത്തു. വായുജിത്ത് ഓട്ടോറിക്ഷ പിടിക്കുന്നു, വായുജിത്ത് 40 രൂപ പറയുമ്പോൾ എന്തിന് 40 രൂപ, ഞാൻ 30 രൂപ തരുള്ളൂ എന്നൊക്കെ പറഞ്ഞ് തർക്കിക്കുന്നു. അവസാനം 30 എന്ന് പറഞ്ഞിട്ട് അയാൾ, ഞാനും വായുജിത്തും ബില്ല് നമ്മൾ 2 പേരും ജോലി ചെയ്യുന്ന കമ്പനിയിൽ കൊടുക്കുന്നു. ഞാൻ 40 രൂപ ക്ലെയിം ചെയ്തിരിക്കുന്നു, വായുജിത്ത് 30 രൂപ ക്ലെയിം ചെയ്തിരിക്കുന്നു. ഇതിനർത്ഥം 10 രൂപ ഞാൻ വെട്ടിച്ചു എന്നാണോ? അല്ല, ഇറ്റ്സ് ആൻ എറർ ഓഫ് ജഡ്ജ്മെൻറ്റ്. ഞാനൊരു ആർഗ്യൂ ചെയ്യുന്ന ടൈപ്പല്ല. 10 രൂപയ്ക്ക് അയാളോട് വഴക്കിടാൻ പറ്റില്ല, ഇങ്ങനെയുള്ള മനസ്സ്. വായുജിത്ത് ആർഗ്യൂ ചെയ്യുന്നവനാണ്, 10 രൂപ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല എന്ന്. ഇതിൽ കറപ്ഷനൊന്നുമില്ല, 2 പേഴ്സണാലിറ്റികളുടെ ഡിസിഷൻസാണത്. ഇതിനെ കറപ്ഷൻ എന്ന് വിളിക്കാം. കറപ്ഷനല്ല അത്. വേണമെങ്കിൽ എറർ ഓഫ് ജഡ്ജ്മെൻറ്റ്, എൻ്റെ ഭാഗത്തുനിന്ന് ഇത്രയും ദൂരത്തിന് ഇത്രയും പൈസ വേണ്ടല്ലോ, ഇങ്ങനെ ഒരു ജഡ്ജ്മെൻ്റ് എടുക്കണമായിരുന്നു, അത് ചെയ്തില്ല എന്നൊക്കെ പറയാം. വാട്ടെവർ, എന്തോ അത് തന്നെ ഹയർ കോർട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ ആരെയും ശിക്ഷിക്കാനല്ല, ഒരു ചുക്കുമില്ല, എടുത്തുകൊണ്ട് പോടാൻ. അപ്പോഴാണ് ഫുക്കാൻ കമ്മീഷൻ അന്വേഷിച്ചൊരു റിപ്പോർട്ട് കൊടുത്തു സർക്കാർ. ഈ റിപ്പോർട്ട് പുറത്തു വിടുന്നില്ല. ജോർജ് ലോക്സഭയിൽ ചോദ്യമായിട്ട് ചോദിച്ചു, അതിൽ രാജ്യത്തിൻ്റെ സുരക്ഷ അടങ്ങിയിരിക്കുന്നു. ജോർജ് പറഞ്ഞു, ശരി, സുരക്ഷ അടങ്ങിയിരിക്കുന്നെങ്കിൽ എനിക്കൊന്ന് വായിക്കാൻ തന്നാൽ മതി.
ഡിഫൻസ് മിനിസ്ട്രിയിൽ ഞാൻ വന്നിട്ട് ഞാൻ അവിടെ ഇരുന്ന് വായിക്കാം, ഫോട്ടോ കോപ്പി എടുക്കില്ല, ഒന്നുമില്ല, അവിടെ ഇരുന്ന് വായിച്ചിട്ട് ഞാൻ തിരിച്ചു വരാം. സമ്മതിച്ചില്ല. ജോർജ് വലിയ ബഹളമൊക്കെ വെച്ചു. ജോർജ് കോടതിയിൽ പോയി. ഇവർ പറഞ്ഞു ഇല്ല, അത് രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്നതാണ്, കൊടുക്കാൻ പറ്റില്ല എന്ന്. ഫെർണാണ്ടസ് പറഞ്ഞു രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്നതാണെങ്കിൽ ആ പോർഷൻ എനിക്ക് കാണണ്ട, എന്നെപ്പറ്റി എന്താണ് ആ റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത് അതും പറയില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ശവപ്പെട്ടി കുംഭകോണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഒടുവിൽ ജോർജിന് ഓർമ്മ നഷ്ടപ്പെട്ടു, അൽഷിമേഴ്സായി. ജോർജ് നിഷ്കളങ്കനായ ഒരു കുട്ടിയെ പോലെയായി. ആ അവസ്ഥയിൽ രാജ്യസഭയിൽ വീണ്ടും ഒരു കോൺഗ്രസ്സുകാരൻ ശവപ്പെട്ടി കുംഭകോണം എന്ന് പറഞ്ഞു. അന്ന് പ്രണബ് മുഖർജി ഡിഫൻസ് മിനിസ്റ്ററാണ്. പ്രണബ് മുഖർജി എണീറ്റ് നിന്ന് പൊട്ടിത്തെറിച്ചു, ഇനി മേലാൽ ഈ പോക്കൃത്തരെ ഈ സഭയിൽ പറഞ്ഞു പോരുത്. ജോർജ് ഈ സഭയിലുണ്ടായിരുന്നെങ്കിൽ ജോർജിൻ്റെ മുഖത്ത് നോക്കാനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ടാകുമായിരുന്നില്ല. ജോർജ് ഇല്ല. ഇപ്പോൾ ജോർജിൻ്റെ മറവി പോലും പോയിരിക്കുന്നു, ഓർമ്മകൾ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. ഇപ്പോഴെങ്കിലും ഈ കള്ളത്തരം നിർത്തണം. അപ്പോൾ പുറകിൽ നിന്ന് ഒരാൾ പറഞ്ഞു, സാബ് മാഡം സുനേക. സോണിയാഗാന്ധി കേൾക്കുന്നു. പ്രണബ് മുഖർജി തിരിഞ്ഞു പറഞ്ഞു, ജാക്കെ ബോലോ മാഡം സെ, ഹംനെ ऐसा സ്പീച്ച് ദിയ, ജാക്കെ ബോലോ. സോണിയാഗാന്ധിയോട് പോടാപ്പില്ലെന്നാണ് പ്രണബ് മുഖർജി പറയുന്നത്. ആ പ്രണബ് മുഖർജി പറഞ്ഞു, ഇത്രയും വൃത്തികെട്ട ഒരു പരിപാടി എൻ്റെ പാർട്ടി ഞാൻ ചെയ്ത് കണ്ടിട്ടില്ല. എത്ര വർഷമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ജോർജ് ഫെർണാണ്ടസ്. കാശുണ്ടാക്കാനാണെങ്കിൽ അയാൾക്ക് എത്രയോ മാർഗമുണ്ടായിരുന്നു. ഈ വാസ് അതുല്യനായ ഒരു ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനിയൻ മൈക്കൽ ഫെർണാണ്ടസ്, അദ്ദേഹവും ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു. മൈക്കൽ ഫെർണാണ്ടസ് ഇവിടെ സൗത്ത് ഇന്ത്യയിലായിരുന്നു കൂടുതൽ ഓപ്പറേഷൻ, ഈ ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് അതിലിതിലൊക്കെ മാന്യനായ. അപ്പോൾ ചേട്ടനും അനിയനും ട്രേഡ് യൂണിയൻ ലീഡേഴ്സായിരുന്നു. അവർക്ക് വേണമെങ്കിൽ കോടികൾ ഉണ്ടാക്കാമായിരുന്നു മുതലാളിമാരിൽ നിന്ന്. ഫെർണാണ്ടസ് ഒന്നും ചെയ്തിട്ടില്ല. ഒരു തൂങ്ങിയ ഖദർ ഷർട്ടും പൈജാമയുമായിട്ടാണ് ഫെർണാണ്ടസ് എന്നും പോയത്. അപ്പോൾ ആ ഫെർണാണ്ടസിൻ്റെ പേരിൽ ഇങ്ങനൊരു കള്ളക്കഥ ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്നതിനാണ് പ്രണബ് മുഖർജി. ഇന്നും എനിക്ക് മലയാളം ടി വിയിലൊക്കെ ശവപ്പെട്ടി കുംഭകോണം നടത്തിയതല്ലേ പലപ്പോഴും മറുപടിയില്ലാതെ ബി ജെ പിക്കാർ ഇരുന്നു പോകുന്നത് ഈ സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് മറന്നുപോയതുകൊണ്ടാണ്, അല്ലെങ്കിൽ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. ദറ്റ്സ് അബ്സല്യൂട്ട്ലി നത്തിങ്, നോൺസെൻസ്. പക്ഷേ ഓർമ്മയുള്ളപ്പോൾ ആരും ഫെർണാണ്ടസിൻ്റെ മുമ്പിൽ ഇത് അക്നോളജ് ചെയ്തില്ല, ഇത് തെറ്റായിപ്പോയി ഞങ്ങൾ ചെയ്തതെന്ന് ഒരു മനുഷ്യൻ പറഞ്ഞില്ല. ഓർമ്മ നഷ്ടപ്പെട്ട് കൊച്ചുകുട്ടിയെ പോലെ ആയ ഫെർണാണ്ടസിനോട് എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? ഫെർണാണ്ടസിൻ്റെ വീട്ടിൽ റീത്ത ഫെർണാണ്ടസ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ, കൂടെ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഫെർണാണ്ടസ് മരിക്കുമ്പോൾ ഫെർണാണ്ടസിനൊരു വീട്, സ്വന്തം ഒരു വീടുണ്ട് ഡൽഹിയിൽ, ചെറിയൊരു പ്ലോട്ടും വീടുമാണ്. ബട്ട് ഡൽഹിയിലായി കഴിയുമ്പോൾ അതിന് കോടികളുടെ വിലയാണ്. റീത്ത ചാടി വീണ് കേസ് പണ്ടാരം എന്നൊക്കെ പറഞ്ഞിട്ട് കേസ് വിചാരണ നടത്തണമെങ്കിൽ ഫെർണാണ്ടസ് കോടതിയിൽ വരണം. അപ്പോൾ ഫെർണാണ്ടസിന് ഇങ്ങനെ അൽഷിമേഴ്സ് ആണെന്ന് പറഞ്ഞു. കോടതി പറഞ്ഞു ഏതായാലും ആളിനെ ഒന്ന് ഹാജരാക്കും, അൽഷിമേഴ്സ് ആണ് എന്ന് കോടതിക്ക് ബോധ്യം വരട്ടെ. അങ്ങനെ ഫെർണാണ്ടസിനെ വീൽ ചെയറിലിരുത്തി മുനിസിഫ് കോടതിയിൽ കൊണ്ടുവന്നു, ഡൽഹി മുനിസിഫിന് മുമ്പിൽ. ഫെർണാണ്ടസ് കുളിച്ചിട്ടുണ്ട്, ആരോ മൂടി ചീകിയിട്ടുണ്ട്, കുറച്ച് നെറ്റിയിലേക്ക് വീണ് കിടക്കുന്നു. പഴയ അതേ ജൂബ, ഒരു ലൈറ്റ് ക്രീം കളറിലുള്ള ലൂസ് ജൂബ, കൊച്ചുകുട്ടിയെ പോലെ ചെറിയൊരു ചിരിയുമായിട്ട് ഇരിക്കും. ഫെർണാണ്ടസിനെ ഈ കൊച്ചുകുട്ടിയെ തള്ളിക്കൊണ്ട് വരുന്ന പോലെ കോടതിയിൽ കൊണ്ടുവന്നു. കോടതി ചോദിച്ചു, മിസ്റ്റർ ജോർജ് ഫെർണാണ്ടസ്, വാട്ട് ഈസ് ദാറ്റ് യു ഹാവ് ടു സേ? ജോർജ് ഒന്നും മിണ്ടിയില്ല, ചെറിയൊരു ചിരിയോടെ ഇരുന്നു. കംപ്ലീറ്റ്ലി ഓർമ്മ നശിച്ചിരുന്നു ജോർജിൻ്റെ. പിന്നെ കോടതി പറഞ്ഞു ശരി കൊണ്ടുപോയിക്കോളൂ. പിന്നെ ആ സിവിൽ കേസ് എങ്ങനെ പോയി എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. ദിസ് വാസ് ദ ട്രീറ്റ്മെൻറ്റ് മീറ്റഡ് ഔട്ട് ബൈ the defense minister who fought for India and who took care of every jawan of India. അതിൻ്റെ ഒരു നന്ദി കാണിക്കണ്ടേ? ഇത്ര വലിയ നന്ദി കേട് ആരോടെങ്കിലും ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നന്ദി കേട് രാഷ്ട്രീയത്തിൽ സ്വാഭാവിക സാധനമാണ്. നന്ദി കെട്ടവന്മാരാണ് പലപ്പോഴും നല്ല രാഷ്ട്രീയക്കാരായിട്ട് തിളങ്ങുന്നത്, നമുക്കൊക്കെ അറിയാം. ബട്ട് ഈ മനുഷ്യത്വമില്ലാത്തൊരു നന്ദി കേടുണ്ടല്ലോ, ഓർമ്മ പോയി കഴിഞ്ഞിട്ടും വെറുതെ വിടാത്ത ഒരാക്രമണം, അത് ഫെർണാണ്ടസിന് നേരെയാണ് നടന്നത്. ഇപ്പോഴും നടക്കുന്നു മലയാളം ടി വി ചാനൽ.
ഫെർണാണ്ടസ് ശവപ്പെട്ടി കുംഭകോണം. നമുക്കറിയാം, ആർക്കറിയാം? ഈ കിഴങ്ങനെ അറിഞ്ഞുകൂടാ. എനിക്കറിയാം, ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് എനിക്കറിയാം, അവനറിഞ്ഞുകൂടാ. നമുക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ആങ്കർമാരെ ഇവർക്ക് തട്ടിവിടുകയാണ്. ശവപ്പെട്ടി കുംഭകോണം. ഏതെങ്കിലും ഒരു പട്ടാളക്കാരൻ ഒരു ദിവസം ഇവന്മാരെ റോഡിൽ, വെറുതെ ഇല്ല ചാനലുകാരെയൊക്കെ റോഡിൽ കാണാത്തത്, കൈ നീട്ടി ഒരെണ്ണം കൊടുത്താലൊരെണ്ണം 14 ദിവസം പായെന്ന് എനിക്കില്ല. കാരണം പട്ടാളക്കാർക്കറിയാം ഈ ഫെർണാണ്ടസ് ചെയ്ത സേവനങ്ങൾ. ഇവർക്കറിയില്ല. പക്ഷെ പട്ടാളക്കാർ ഡിബേറ്റിലോ ആ ഗുസ്തിയിലൊന്നും പോകാറില്ല. അവർ അതിർത്തിയിൽ കിടക്കുകയാണ് ഇപ്പോഴും. അവർ കിടക്കുന്നതുകൊണ്ടാണ് ഇവനൊക്കെ ഈ വാചകം അടിക്കുന്നത്. അതിപ്പോഴും അവൻ മനസ്സിലാക്കുന്നില്ല. സോ ഐ തിങ്ക് ഒരു ആൻറ്റി ചൈന അൺകോംപ്രമൈസിങ് എന്ന് വെച്ചാൽ ഭ്രാന്തൊന്നുമല്ല കേട്ടോ, ലോജിക്കലല്ലാത്ത ഒരു കാര്യവും ഫെർണാണ്ടസ് ചെയ്തിട്ടില്ല. വെറുതെ ചൈന വിരോധം അതൊന്നുമില്ല. കാരണങ്ങളുണ്ട് അതിന്. എന്തുകൊണ്ട് ചൈനയെ നമ്മൾ ബ്ലോക്ക് ചെയ്യണം, എന്തുകൊണ്ട് പാകിസ്ഥാനേക്കാൾ വലിയ ത്രെറ്റാണ് ചൈന, ഇതിനൊക്കെ ലോജിക്കുണ്ട്. ആ ലോജിക്ക് ശരിയോ തെറ്റോ എന്ന് നിങ്ങൾക്ക് തർക്കിക്കാം, പക്ഷേ ലോജിക്കുണ്ട്. അങ്ങനെയാണ് ഫെർണാണ്ടസ്. അല്ലാതെ ഭ്രാന്ത് കയറിയിട്ട് ഇങ്ങനെ ഒരാളെ ശത്രുവായിട്ട് കണ്ട് പിന്നെ അയാൾ എന്ത് ചെയ്താലും ശത്രു, അങ്ങനത്തെ ഇതല്ല. സെനഫോബിക് ആയിരുന്നില്ല, ജിങ്കോയിസ്റ്റ് ആയിരുന്നില്ല, ബട്ട് പാട്രിയോട്ടിക് ആയിരുന്നു, നാഷണലിസ്റ്റ് ആയിരുന്നു ജോർജ്. ആ ജോർജിനോട് ഭാരതം കാണിച്ചത് നന്ദികേടാണെന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. മഹാഭാവമായി പോയി. ചെയ്യരുതായിരുന്നു, ഒരിക്കലും ചെയ്യരുതായിരുന്നു. ഈ മാവോയിസ്റ്റുകൾക്കെതിരെ ശക്തമായ നിലപാട് അന്ന് അദ്ദേഹം എടുത്തിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. യെസ്, മാവോയിസ്റ്റുകൾക്കെതിരെ ശക്തമായ നിലപാടെടുത്തിരുന്നു. സബ്സീക്വൻ്റ്ലി പി ചിദംബരം മാവോയിസ്റ്റുകൾക്കെതിരെ ശക്തമായ നിലപാടെടുത്തിരുന്നു. ബട്ട് ദെൻ ചിദംബരം ഏതൊക്കെയോ കുഴികളിലൊക്കെ പെട്ട്, ഏതോ കൂട്ടുകെട്ടിൽപ്പെട്ടിട്ട് അതൊക്കെ അങ്ങ് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഹിന്ദു ടെററിസം എന്ന് പറഞ്ഞൊരു വാക്ക് ഉണ്ടാക്കിച്ചത് പി ചിദംബരമാണ്. ഉണ്ടാക്കിയതല്ല, ഉണ്ടാക്കിച്ചതാണ്. അപ്പോൾ അത് പി ചിദംബരത്തിൻ്റെ ശ്രദ്ധ അതിലേക്ക് പോയി. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ PMLA ആക്ട് ഉണ്ടല്ലോ, ഈ PMLA ആക്ട് അവതരിപ്പിച്ച് പാസ്സാക്കിയത് പി ചിദംബരമാണ്. PMLA ആക്ട് ഡ്രാക്കോണിയനാണെന്നും ഇത് കംപ്ലീറ്റ് എടുത്തു കളയണമെന്നും സുപ്രീം കോടതിയിൽ വാദിച്ചതും പി ചിദംബരമാണ്. ഭാഗ്യത്തിന് സുപ്രീം കോടതി ചോദിച്ചില്ല, എടോ താനല്ലേ ഇത് പാസ്സാക്കിയതെന്ന് ചോദിച്ചില്ല. ചോദിക്കേണ്ടതായിരുന്നു, അവരൊരു മര്യാദ വിചാരിച്ച് ചോദിക്കാവുന്നതാണത്. PMLA ആക്ട് വാസ് ഇപ്പോൾ ഈ ED ഓപ്പറേഷനൊക്കെ നടക്കുന്നില്ലേ, ഈ PMLA ആക്ട് ചിദംബരം ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നപ്പോൾ പാസ്സാക്കിയതാണ്. അതിന് മുമ്പ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്നൊരു സാധനമില്ല. ഇദ്ദേഹം ഇത് പാസ്സാക്കിയതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു മീറ്റിങ്ങിൽ ജനറൽ ആയിട്ടൊരു പ്രമേയം പാസ്സാക്കി. എല്ലാ രാജ്യങ്ങളും എന്നുവെച്ചാൽ ടെററിസം കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും വലിയ കള്ളത്തരം ഈ കള്ളപ്പണം വെളുപ്പിക്കലാണ്. ഇതുകൊണ്ട് വിഷമിച്ചിരിക്കുകയാണ് രാജ്യങ്ങളെല്ലാം. വെച്ചാൽ പാരലൽ സമ്പദ് വ്യവസ്ഥ നടന്നുകൊണ്ടിരിക്കുക. എന്ത് ചെയ്യും, ഒരു രീതിയിലും അവർക്ക് ജീവിക്കാൻ പറ്റില്ല. ഞാനൊരു സ്ഥലം മേടിക്കാൻ പോയി, ഒരു ന്യായവില ശരി സെൻറ്റിന് 10 ലക്ഷം എന്ന് പറയുമ്പോൾ വേറൊരു അപരിചിതൻ വന്നിട്ട് 20 ലക്ഷം വില പറഞ്ഞത് കൊണ്ടുപോവുകയാണ്. എന്നാൽ അയാൾ അവിടെ താമസിക്കുന്നില്ല, ഒന്നുമില്ല. എന്തിനാണ് അയാൾ ഈ സ്ഥലം മേടിച്ചത്? ഇവിടുത്തുകാരനാണ് അയാൾ. ഏതെങ്കിലും ഒരു അഡ്രസ്സ് കൊടുത്തിട്ട് വാങ്ങിച്ചുകൊണ്ട് പോകും. ഇങ്ങനെയൊക്കെയുള്ള ഓപ്പറേഷൻ, അങ്ങനെയാണ് ഭൂമി വിലയൊക്കെ ഇങ്ങനെ അടിച്ചു കയറിക്കൊണ്ടിരുന്നത്. ഇതിനെല്ലാം ഒരു തടയിടാൻ വേണ്ടിയിട്ട് ലോകരാജ്യങ്ങൾ മുഴുവൻ ചേർന്ന് എത്തിയ ഒരു എഗ്രിമെൻ്റാണ് ഏകദേശം സിമിലറായിട്ടുള്ള ആക്ട് എല്ലാ സ്ഥലത്തും പാസ്സാക്കുന്നത്. അങ്ങനെയാണ് PMLA പാസ്സാക്കുന്നത്. അതുകൊണ്ടാണ് സുപ്രീം കോടതി അത് റദ്ദാക്കാൻ വിസമ്മതിച്ചു. സുപ്രീം കോടതി പറഞ്ഞു ഇതിനകത്ത് കുറച്ച് ഡ്രാക്കോണിയനാണ് EDയുടെ പവേഴ്സ്, ബട്ട് ദെൻ ഇറ്റ് ഈസ് റിക്വയർഡ്. കാരണം ദ സെക്കൻഡ് ബിഗ്ഗസ്റ്റ് ത്രെറ്റ് ടു ദ എക്കോണമി, ഫസ്റ്റ് ബീയിങ് ടെററിസം, ദ സെക്കൻഡ് ഈസ് ദിസ് ബ്ലാക്ക് മണി. അപ്പോൾ അത് പിടിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഓരോ സെക്ഷൻ അനലൈസ് ചെയ്തിട്ട് സുപ്രീം കോടതി ഓക്കെ പറഞ്ഞു. ആ കേസ് വാദിച്ചതും പി ചിദംബരമാണ് ഇതിനെതിരായിട്ട്. ബട്ട് അയാൾ ഒരിക്കൽ ഒരു കാലത്ത് നക്സലൈറ്റുകളെ അയാളും കാര്യമായിട്ട് ഡീൽ ചെയ്തിരുന്നു. ഇപ്പോൾ കോൺഗ്രസ്സുകാരനാണ്, അഴിമതിക്കാരനാണ് എന്ന് വിചാരിച്ചിട്ട് അയാൾ ചെയ്ത് നല്ല കാര്യം സമ്പൂർണ്ണമായിട്ട് മറക്കുന്നത് ശരിയല്ല. ഞാൻ ഈ ചരിത്രത്തിൽ നമ്മൾ ആരോടും അനീതി ചെയ്യരുത്. ഫെർണാണ്ടസിനും അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. ഒരു കാലത്ത് കുറച്ച് പ്രോ LTT ഒക്കെ ആയിട്ട് സംസാരിച്ചിരുന്നു ഫെർണാണ്ടസ്. ബട്ട് അദ്ദേഹത്തിൻ്റെ 3-4 സ്പീച്ചിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ചരിത്രം റദ്ദാക്കപ്പെടരുത്. സ്പീച്ച് ശരി, അന്നത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അദ്ദേഹത്തിൻ്റെ ഒരു വിലയിരുത്തൽ അതായിരുന്നു, അതുകൊണ്ട് അത് പറഞ്ഞു. അതിനപ്പുറത്തേക്ക് LTTക്ക് വേണ്ടി തോക്കെടുക്കാനൊന്നും ഫെർണാണ്ടസ് പോയിട്ടില്ല. ഓഫ് കോഴ്സ് ഈ സ്പീച്ചസൊക്കെ നടന്നതാണ്, ഹിന്ദു, ടൈംസ് ഓഫ് ഇന്ത്യ ഒക്കെ റിപ്പോർട്ട് ചെയ്തതൊക്കെയാണ്. ബട്ട് ദാറ്റ് ഈസ് എ വെരി സ്മോൾ തിങ്. അതൊന്നും ഒരു പ്രശ്നമല്ല. സോ ഇങ്ങനെ ടോട്ടാലിറ്റിയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ
എൻ്റെ മനസ്സിൽ ആദ്യം വന്നത് ഫെർണാണ്ടസാണ്. ഫെർണാണ്ടസിൻ്റെ ഈ പൊതുവേ സോഷ്യലിസ്റ്റുകൾ അങ്ങനെയായിരുന്നു കേട്ടോ. ഈ മുലായം സിംഗ് യാദവ് അസാമാന്യമായ ഒരു ചൈനീസ് വിരുദ്ധനാണ്. ഒരുപക്ഷെ അതുകൊണ്ട് പ്രധാനമന്ത്രി ആവാതെ പോയ ആളാണ്. ഒരു പക്ഷേ, എനിക്ക് ഉറപ്പില്ല. ബട്ട് അന്ന് ഏറ്റവും അധികം സീറ്റുള്ളത് മുലായം സിംഗ് യാദവിനാണ്. 22 പേരുണ്ടായിരുന്നു സമാജ്വാദി പാർട്ടിക്ക്. ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആൾ മുലായം സിംഗ് യാദവാണ്. മുഖ്യമന്ത്രിയായും പിന്നെ കേന്ദ്രമന്ത്രിയായും ഒക്കെ എല്ലാ അടിയും തടയും പഠിച്ച കറ തീർന്ന പൊളിറ്റീഷ്യൻ. പക്ഷേ അദ്ദേഹം പ്രധാനമന്ത്രിയായില്ല, ദേവഗൗഡ ആയി. അത് ഈ ഡെമോക്രസിയുടെ ഒരു സ്വഭാവമാണ്. ലീസ്റ്റ് നെഗറ്റീവുള്ള ആളിനെ അത് പ്രൊജക്റ്റ് ചെയ്യും, മോസ്റ്റ് പോസിറ്റീവ് ഉള്ള ആളിനെ പ്രൊജക്റ്റ് ചെയ്യില്ല. കാരണം പോസിറ്റീവ് ആൾ ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ മുട്ടുവെച്ച് തള്ളാൻ പറ്റില്ല, ഇയാളെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി മാറ്റാൻ പറ്റില്ല. വൈ പീപ്പിൾ ആർ ഡിസ്ലൈക്കിങ് മോദി? ഒരുപാട് പേര് മോദിയെ ഇഷ്ടപ്പെടുന്നില്ല. കാര്യം എന്താ? മോദിയെ തള്ളി മാറ്റാൻ സാധ്യതയില്ല. ഈ ഉത്സവത്തിനൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ മുട്ട് കൈകൊണ്ട് പതുക്കെ ഒതുക്കുമല്ലോ, ഈ ഒതുക്കാൻ സാധ്യതയില്ല. അത് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം കുറയും. ബട്ട് ബി ജെ പിയുടെ സെറ്റപ്പ് വേറെ ആയതുകൊണ്ട് മോദി അനിഷേധ്യനായ നേതാവായി. മുലായം സിംഗിൻ്റെ കാര്യം വന്നു കഴിഞ്ഞപ്പോൾ ഇത് അസോർട്ടഡ് എല്ലാ പാർട്ടിയും ചേർന്നുള്ള മുന്നണിയാണ്. മുലായമിനെ പിന്തുണയ്ക്കാൻ ആരുമില്ല. കാരണം മുലായം സിംഗ് പ്രധാനമന്ത്രി ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറഞ്ഞാൽ കേൾക്കില്ലല്ലോ. ഇതാണ്. അപ്പം നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ആളാരാ? ദേവഗൗഡയാണ്. ആര് പറഞ്ഞാലും കേൾക്കുക, എന്ത് വേണമെങ്കിലും ചെയ്തു. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് സംഭാവനയൊന്നുമില്ല ദേവഗൗഡ അസ്തമിച്ചു പോയത്. അപ്പോൾ ഈ ലീസ്റ്റ് കേപ്പബിലിറ്റി ആ ആളാണ്, അല്ലെങ്കിൽ ഏറ്റവും മീഡിയോക്കറായിട്ടുള്ള ആളാണ് ജനാധിപത്യത്തിൻ്റെ ഇത്തരം മുന്നണി സംവിധാനത്തിൽ മുന്നോട്ട് വരുന്നത്. ഈ നെഹ്റു കുടുംബത്തിന് പൊതുവെ താല്പര്യമില്ലാത്തവരെ ഒതുക്കുക, അത് മരിച്ചാൽ പോലും അതിന് സമാധാനം കൊടുക്കാതിരിക്കുക എന്നുള്ള നിലയിലുള്ളൊരു സ്വഭാവം ഉണ്ടായിരുന്നല്ലോ. ഈ ജോർജ് ഫെർണാണ്ടസിനെതിരെയും എനിക്ക് തോന്നുന്ന അടിയന്തരാവസ്ഥ വിരുദ്ധ പോരാട്ടത്തിലെ ഏറ്റവും വലിയ ആളായിരുന്നല്ലോ അദ്ദേഹം. ആ ഒരു വിരോധമായിരുന്നോ ഈ വീണ്ടും ഉണ്ടായിരുന്നത്? അല്ല, ആ ഒരു വിരോധമായിരുന്നില്ല. ഇത് ശരിക്കും ഈ ബി ജെ പിയുമായിട്ട് ബോൾഡായിട്ട് കൂട്ടുകൂടിയിട്ട് ആ കെട്ടിവെച്ച വൻമതിലുണ്ടല്ലോ, അതാദ്യം തകർത്തത് ജോർജ് ഫെർണാണ്ടസാണ്. അതിന് മറ്റ് പാർട്ടികൾ ഒരു കാലത്തും ജോർജിന് മാപ്പ് കൊടുത്തിട്ടില്ല. കാരണം ബി ജെ പിയുടെ അൺടച്ചബിലിറ്റി മാറ്റി എന്നുള്ള മഹാപരാധം ജോർജ് ചെയ്തു. ഇപ്പോൾ കേരളത്തിലൊരു സിറ്റുവേഷൻ ഇല്ലേ, LDF UDF നടുക്ക് ബി ജെ പിക്ക് പ്രോഗ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഈ രണ്ട് ഫോർമേഷനിൽ നിൽക്കുന്നു. ഈ ഫോർമേഷനിൽ ഒരാൾ ബോൾഡായിട്ട് ബി ജെ പി വേണ്ട അലൈൻ ചെയ്തു എന്ന് വയ്ക്കുക, മുസ്ലിം ലീഗ് അല്ലെങ്കിൽ CPI, കേരള കോൺഗ്രസ്, ആരെങ്കിലും ഞങ്ങൾ ബി ജെ പിയുമായിട്ട് കൂട്ടുകൂടുകയാണ് അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ, എന്തായിരിക്കും കേരളത്തിലെ അന്തരീക്ഷം? അതെ, ആ പാർട്ടിയെ എല്ലാവരും LDFിലെയും UDFിലെയും എല്ലാ പാർട്ടികളും ചേർന്ന് ഈ പാർട്ടിയെ ആക്രമിച്ച് അവരെ വീട് കയറി തല്ലി, അവരുടെ പശുവിനെ കൊല്ലും, അവരുടെ തെങ്ങ് വെട്ടും, എന്തും ചെയ്യും. എന്ന് വെച്ചാൽ ഈ അൺടച്ചബിലിറ്റി ആദ്യം ബോൾഡായിട്ട് നശിപ്പിച്ചാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു നീക്കമാണ് അന്ന് ഫെർണാണ്ടസ് ചെയ്തത് മാത്രമല്ല, ഈ കുമാരമംഗലം പറഞ്ഞ പോലെ വെറുതെ ഇരിയപ്പം ഇതൊക്കെ എനിക്ക് ഓരോ നമ്പറല്ലേ, ഈ സെക്യുലർ കമ്മ്യൂണൽ എന്നൊക്കെ പറയും. ഇപ്പോൾ കേരളത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടി LDFിലോ UDFിലോ അവർ പറയുകയാണ്, അതേ BJP വർഗീയ പാർട്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ AKG സെൻറ്ററിൽ അവിടെ ഇവിടെയൊക്കെ ഇരുന്നില്ല തീരുമാനിക്കുന്ന ആര് വർഗീയ ആര് സ്വർഗീയ എന്നൊക്കെ. ചുമ്മാ വാചടിക്കാതെപ്പം ഞങ്ങൾ BJPയുടെ കൂടെ പോവുകയാണ് നിസ്സാരമായിട്ട് അങ്ങ് തട്ടിയാൽ ഇവർക്കുണ്ടാകുന്ന ഷോക്ക് എത്രയായിരിക്കും ഈ സെക്യുലേഴ്സിന്. ഈ ഒരു സംഭവമാണ് ജോർജ് ഫെർണാണ്ടസിനെതിരെ പ്രവർത്തിച്ചത്, ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. their hearts are still bleeding that one honest man demolished their whole structure, the so-called secular structure-ൻ്റെ ആണിക്കല്ല് ജോർജ് വലിച്ചിളക്കി. എന്നിട്ട് ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് മനസ്സിൽ ചിരിക്കുകയും ചെയ്തു. അതായിരുന്നു ജോർജ്. അതിന് അവർ മാപ്പ് കൊടുത്തിട്ടില്ല. അല്ലാതെ നെഹ്റു കുടുംബത്തിന് ജന്മസിദ്ധമായ കാര്യമാണ് ചുമ്മാ ആൾക്കാർ അവരുടെ മഹത്വം കാണിക്കാനായിട്ട് ചുമ്മാ തള്ളി മാറ്റിക്കൊണ്ടിരിക്കും. ഇപ്പോഴും അവരൊരു പാവയെ എടുത്ത് വെച്ച് മല്ലികാർജുൻ ഖാർഗെ പാവം, വയസ്സും പ്രായമൊക്കെ ആയി, എന്തിനും വഴങ്ങുന്ന ഒരാൾ. അടിയന്തരാവസ്ഥ കാലത്തെ ജോർജ് ഫെർണാണ്ടസിൻ്റെ ആ ഒരു അത് ഭയങ്കരമായി ചർച്ച ചെയ്യപ്പെട്ടതാണല്ലോ. അന്നത്തെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ചങ്ങല ഇങ്ങനെ നിൽക്കുന്നൊരു ഫോട്ടോ ഭയങ്കരമായിട്ട് ഹിറ്റായത്. ജോർജിനെ ഒരു പൊളിറ്റിക്കൽ പ്രിസണറായിട്ടല്ല, ഒരു ടെററിസ്റ്റായിട്ടാണ് ഇന്ദിരാഗാന്ധി ട്രീറ്റ് ചെയ്തത്. കാരണം ഈ കൂട്ടത്തിൽ ഏറ്റവും ഒരു വിപ്ലവ വീര്യമുള്ള ആൾ
ജോർജ് ഫെർണാണ്ടസ് ആണ്. പഴയ റെയിൽവേ സ്ട്രൈക്കൊക്കെ ഇന്ദിരാഗാന്ധിക്ക് ഓർമ്മയുണ്ട്. ടാക്സി ജോർജ് ഫെർണാണ്ടസിൻ്റെ കപ്പാസിറ്റി അവർക്കറിയാം. അതുകൊണ്ട് ജോർജ് ഫെർണാണ്ടസിനെ ചങ്ങലയ്ക്കിട്ട് ജയിലിനകത്ത് പാർപ്പിച്ചു. ഞാൻ നമ്മളുടെ അദ്വാനിയുടെ കാര്യം ഓർക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ജോർജ് വാസ് എഗൻസ്റ്റ് കണ്ടസ്റ്റിംഗ് ഇലക്ഷൻസ്. ജോർജിൻ്റെ പ്രത്യേകിച്ച് ജോർജ് 21 മാസം ജയിലിൽ കിടന്നു. അദ്വാനിയൊക്കെ 19 മാസം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ജയിലിൽ നിന്ന് വിട്ടു. ജോർജിന് 21 മാസം, അതായത് തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി തോറ്റ് അടിയന്തരാവസ്ഥ പിൻവലിച്ച് കഴിഞ്ഞിട്ടാണ് ജോർജിനെ പുറത്തിറക്കുന്നത്. അതുവരെ ജയിലിൽ കിടന്നു 21 മാസം. അപ്പോൾ ഈ സമയത്ത് അദ്വാനിയെ വിളിപ്പിച്ചിട്ട് ജോർജ് പറഞ്ഞു തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണം. അപ്പോൾ അദ്വാനി പറഞ്ഞു, എന്തോ എനിക്ക് ജനങ്ങളിലൊരു വിശ്വാസമുണ്ട്, നമുക്ക് നോക്കാം, അങ്ങനെ പറഞ്ഞു. ജോർജ് വാസ് നോട്ട് എഗ്രീബിൾ. ബട്ട് ജോർജും മത്സരിച്ചു. പിന്നെ എല്ലാവരും കൂടി ജനതാ പാർട്ടി എന്നുള്ള മിക്സിൽ മത്സരിച്ചു. ജോർജിന് റെക്കോർഡ് ഭൂരിപക്ഷമായിരുന്നു. 6 ലക്ഷം വോട്ടിനാണ് ജയിലിൽ കിടക്കുന്ന ജോർജ് ഫെർണാണ്ടസ് ജയിച്ചത്. സ്ഥാനാർത്ഥിയെ കണ്ടിട്ടില്ല ആരും, പലരും സ്ഥാനാർത്ഥിയെ കണ്ടിട്ടില്ല, കാണണമെന്നുമില്ല. ഇന്ദിരാഗാന്ധിക്കെതിരെയാണ് വോട്ട് ചെയ്യുന്നത്. അത് ജോർജ് ഫെർണാണ്ടസ് നിന്നാൽ എന്താ, മൈക്കിൾ ഫെർണാണ്ടസ് നിന്നാൽ എന്താ, PC ജോർജ് നിന്നാൽ എന്താ, നിങ്ങൾ ഇന്ദിരാഗാന്ധിക്കെതിരാണോ? ആണ്, എന്നാൽ ഇരിക്കട്ടെ വോട്ട്. ഇതായിരുന്നു അന്നത്തെ ദേഷ്യം ജനങ്ങളുടെ. പക്ഷേ അത് കേരളത്തിൽ തിരിച്ചായിരുന്നു. കേരളത്തിൽ മാത്രമല്ല, ആന്ധ്ര, കർണാടക, തമിഴ്നാട്, കേരള, ഈ 4 സ്റ്റേറ്റുകൾ വലിയ ലിറ്ററസി അഭിമാനം ഒക്കെ പറയുന്നവർ. ഇത് ഇത്രയേ ഉള്ളൂ എന്ന് ഉത്തരേന്ത്യക്കാർ നമ്മളെ പഠിപ്പിച്ചു തന്നു. നിനക്കൊക്കെ ബോധം ഇത്രയൊക്കെ ഉള്ളൂ, നീ വാചകടിയല്ലാതെ 2 അടി കിട്ടിക്കഴിഞ്ഞാൽ നീ തൊഴുത് അവർക്ക് തന്നെ വോട്ട് ചെയ്യും. തൊഴിക്കും തോറും തൊഴുന്ന ഒരു സ്വഭാവമുണ്ട്.